ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് പുതിയൊരു സീരീസ് നമുക്ക് ആരംഭിക്കാം. പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് ഉള്ള പഠനം. കഴിഞ്ഞ ഏതാനും ചില മാസങ്ങൾ നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ജൂവിഷ് എപ്പിസ്റ്റൽസ്, അതിനെക്കുറിച്ച് നമ്മൾ ഓരോ അധ്യായങ്ങൾ വെച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. നമുക്കിന്ന് മുതൽ പോളീൻ എപ്പിസ്റ്റൽ, പൗലോസ് അപ്പോസ്തലൻ്റെ 13 ലേഖനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനമാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം. അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട്, ഒരു ആമുഖമായിട്ട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ ബുക്ക് ഓഫ് റോമൻസ്. ഇത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം, 1 മുതൽ 4 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണെന്ന്. അതിനകത്തൊരു ഡൗട്ടില്ല. 13 ലേഖനങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ താൻ പറഞ്ഞതുപോലെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓഥർഷിപ്പ് വ്യക്തമാക്കുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ 13 ലേഖനങ്ങളിലും. ഇത് എഴുതിയിരിക്കുന്നത് റോമയിലെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. പ്രധാനമായിട്ട് ജാതികൾക്ക് വേണ്ടി, അന്യജാതികൾ. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലാണ് റോമൻസ് എഴുതുന്നത്, ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 18:2 നമുക്ക് കാണാൻ കഴിയും. റോമൻ സീസർ ക്ലോഡിയസ് എംപറർ എന്ത് പറയുകയാണ്? ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എല്ലാ യഹൂദരും അവരുടെ സെൻസസിന് വേണ്ടി എല്ലാ യഹൂദരും റോമ നഗരം വിട്ട് മടങ്ങി അവരുടെ ദേശങ്ങളിലേക്ക് പോകണം എന്നുള്ളൊരു കൽപ്പന അപ്പോസ്തല പ്രവൃത്തി 18:2 പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ റോമിലെ സഭയിൽ ജെൻറ്റൈൽസ് ആണ് ഉള്ളത്. യഹൂദരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നൊരു ടൈമാണ്. അതുപോലെ തന്നെ ഇത് എഴുതിയിരിക്കുന്ന സമയം AD 55 തൊട്ട് 57 പൗലോസ് അപ്പോസ്തലൻ്റെ 3-ാമത്തെ മിഷണറി ട്രിപ്പിലാണ് ഇത് എഴുതുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിയർ 2 തെസ്സലോനിയർ എഴുതിയതിന് ശേഷമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളും റോമർക്ക് എഴുതിയ ലേഖനങ്ങളും എഴുതുന്നത്. എഫേസ്യർ തൊട്ട് ഫിലിപ്പിയൻസ്, ഫിലെമോൻ, കൊലോസ്യർ, ഈ 4 ലേഖനങ്ങൾ ആദ്യത്തെ തടവിൽ എഴുതുന്നതും 1 തിമോത്തിയോസും തീത്തോസിൻ്റെ ലേഖനം ആദ്യത്തെ പ്രിസൺ റിലീസ് അല്ലെങ്കിൽ ലിബർട്ടി എപ്പിസ്റ്റൽസ് എന്ന് പറയും. ഒരു ടെമ്പററി റിലീസ് കിട്ടിയപ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്. എന്നാൽ ഫൈനൽ ഇംപ്രിസൺമെൻറ്റിലാണ് തൻ്റെ അവസാനത്തെ ലേഖനം 2 തിമോത്തിയോസ് ലേഖനം എഴുതുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നാം മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷൻസ് ആണെന്നുള്ളത്. അതായത് ഈ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുന്ന സഭകൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ നമ്മൾ മിഡ് ആക്ട്സ് റൈറ്റ് ഡിവിഷനാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായം തൊട്ട് അതിൻ്റെ 12-ാമത്തെ അധ്യായം വരെ, അപ്പോസ്തല പ്രവൃത്തി 1 തൊട്ട് 1-ാം അധ്യായം 12-ാം അധ്യായം വരെ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, പത്രോസ് അപ്പോസ്തലനും 12 ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അവരാണ് മുൻനിരയിൽ നിന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട്, ദമസ്കോസ് പടിവാതിക്കൽ വെളിപ്പെട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ
ആ മാനസാന്തരം, ആ കൺവേർഷൻ മുതൽ പെരിയ രാജ്യത്തിൻ്റെ സുവിശേഷം പെരിയെ മങ്ങി മങ്ങി അത് സ്ലോലി ഡിമിനിഷ് ആകുന്നതായിട്ട് വന്ന് അത് നിൽക്കുന്നതായിട്ട് നമുക്ക് നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ പൗലോസിനെ ഏൽപ്പിച്ച നിഗൂഢ പദ്ധതി, അത് ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരുന്ന, ലോകാരംഭം മുതൽ മറഞ്ഞിരുന്ന ആ നിഗൂഢ പദ്ധതി, മിസ്റ്ററീസ്, മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായം മുതൽ 28 അവസാനം വരെ നമ്മൾ കാണുന്ന പിന്നെ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ, 3 മിഷണറി യാത്രകൾ, 13 ലേഖനങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മിഡ് ആക്സ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത്. അതായത് മധ്യഭാഗം, അപ്പോസ്തലപ്രവൃത്തി മധ്യഭാഗം മുതൽ ഉള്ള ഡിവിഷൻ. നമുക്ക് വളരെ സുപരിചിതമുള്ള റൈറ്റ് ഡിവിഷൻ ചാർട്ടാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹെബ്രായർക്കെഴുതിയ ലേഖനം തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി. അതിനകത്തെ ഡോക്ട്രിൻസ്, അതിനകത്തെ ഉപദേശങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്തുള്ള ഉപദേശങ്ങൾ അത് തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഹെബ്രായർക്കെഴുതിയ ലേഖനം 1 അധ്യായം 1 വാക്യത്തിൽ തന്നെ അത് റീകണക്ട് ചെയ്യുകയാണ്. പണ്ടേ കാലങ്ങളിൽ, മുൻകാലങ്ങളിൽ ദൈവം പിതാക്കന്മാരോട് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ സംസാരിച്ച് വന്നു. അങ്ങനെ തുടങ്ങി വീണ്ടും കിങ്ഡം പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു കാലയളവിൽ പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് കർത്താവ് 7 വ്യത്യസ്തമായ വെളിപ്പാടുകൾ, മർമ്മങ്ങളാണ് കൊടുത്തത്, അല്ലേ? കൃപയുടെ സുവിശേഷം, ദൈവഭക്തിയുടെ രഹസ്യം, ക്രിസ്തുവും സഭയും, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്നുള്ള ആ ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്, അല്ലേ? കൂട്ടായ്മയുടെ രഹസ്യം, അതായത് ഇനിയും യഹൂദനും യവനെന്നുമുള്ള വേർപാട് ഇല്ല, ആ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഇസ്രായേലിന് ഭാഗികമായി, ഒരു ഭാഗത്തിന് ഭാഗികമായി അന്ധത വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ സഭയുടെ ഉൽപ്രാവണം, ആ രഹസ്യവരവ്, അതിനെക്കുറിച്ചുള്ള വെളിപ്പാട്, അതുപോലെ തന്നെ അധർമ്മത്തിൻ്റെ രഹസ്യം എന്നാണെന്നുള്ള വെളിപ്പാടുകൾ കൊടുത്ത്, അതാണ് നിഗൂഢമായിരുന്ന കാര്യം വെളിപ്പെട്ട് പൗലോസിന് കൊടുക്കുന്നു. പൗലോസാണ് കൃപായുഗത്തിലെ ആദ്യത്തെ അംഗം, ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആദ്യത്തെ അംഗം പൗലോസിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് ആ ഒരു യുഗം അവസാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തോടു കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഈ റോമർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവം തൻ്റെ സാന്നിധ്യം, തൻ്റെ ശക്തി, തൻ്റെ കഴിവ്, തൻ്റെ അറിവ്, നോളജ്, തന്നെ ദൈവത്തെക്കുറിച്ചുള്ള നോളജ് എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. യഹൂദനും ജെൻറ്റൈൽസും എന്ന വ്യത്യാസം വരുന്നതിന് മുന്നേ, അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നതിന് മുന്നേ ജാതികൾക്ക്, മനുഷ്യർക്ക് എന്ത് ഉണ്ടായിരുന്നു? ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം, ഒരു ജ്ഞാനമുണ്ടായിരുന്നു. എന്നാൽ ജാതികൾ എന്ത് ചെയ്തു? അവർ സൃഷ്ടിതാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കാൻ, സൃഷ്ടികളെ ആരാധിക്കുവാൻ അവർ താല്പര്യപ്പെട്ടു. അങ്ങനെ അനേക കാലങ്ങൾ അങ്ങനെ തുടർന്നു പോയി. ദൈവം ജാതികളെ എന്ത് ചെയ്തു? അവരുടെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അവർക്ക് വാഗ്ദത്തം കൊടുത്ത്, രാഷ്ട്രത്തിൻ്റെ വാഗ്ദത്തം, രാജ്യത്തിൻ്റെ വാഗ്ദത്തം, ദാവീദിന് സിംഹാസനത്തിൻ്റെ വാഗ്ദത്തം, മോശയിൽ കൂടി ന്യായപ്രമാണം കൊടുത്തു. ഇസ്രായേൽ അന്യജാതിക്കാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കേണ്ടതിന് വേണ്ടി അവരെ വിളിച്ച് വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയും ഉള്ള ഭാഗവും മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ള ഭാഗവും നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തു ഒരു രക്ഷകൻ്റെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്.
ഒരു രക്ഷിതാവ് ഉണ്ട്. ഇസ്രായേലിന് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. വാഗ്ദത്തം ക്രിസ്തുവിൽ കൂടി നിവൃത്തിയാകും എന്നുള്ള ഒരു പ്രോമിസ്, പ്രവചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിനെതിരെ വരുന്ന രാജ്യങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള പ്രവചന ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ദൈവ വഴി വിട്ട് അകന്നു പോകുമ്പോൾ അവരുടെ മേൽ വരുന്ന ദൈവ ന്യായവിധി, ദൈവശിക്ഷയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അവിടൊക്കെ അന്യജാതികൾ ഒരു അവകാശവുമില്ല ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങൾക്കോ ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയൊരു കൂട്ടമായിരുന്നു. മത്തായി മുതൽ യോഹന്നാൻ വരെ ഉള്ള ഭാഗങ്ങൾ പഴയ നിയമ പുസ്തകങ്ങളിലെ പ്രവചനങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് നമ്മളവിടെ കാണുന്നത്. രാജ്യം സമീപമായി, രക്ഷകൻ വന്നു, അല്ലേ, രക്ഷിതാവ് വന്നിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജനനം, ശുശ്രൂഷ, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള പഴയ നിയമ പ്രവചനങ്ങൾ, അതിൻ്റെ ഒരു നിവൃത്തിയാണ് നമ്മൾ മത്തായി സുവിശേഷം മുതൽ യോഹന്നാൻ സുവിശേഷം വരെ നമ്മൾ കാണുന്നത്. ഇനിയും അനേക പഴയ നിയമ പ്രവചനങ്ങൾ നിവൃത്തിയാകാൻ ഇരിക്കുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ അത് നിവൃത്തിയാകും, അല്ലേ. കർത്താവായ യേശുക്രിസ്തുവും അതേ ഒരു ട്രെൻഡ്, അത് ഫോളോ ചെയ്യുകയാണ്. അതായത് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ കളഞ്ഞു പോയ ദാവീദിൻ്റെ ഗൃഹത്തിലെ ആടുകളുടെ അടുക്കലല്ലാതെ, അതായത് യഹൂദരുടെ അടുക്കലല്ലാതെ നിങ്ങൾ അന്യജാതിക്കാരുടെ വീട്ടിൽ നിങ്ങൾ പോകരുതേ എന്ന് പറയുകയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി ഒരു മധ്യഭാഗം മുതൽ നമുക്കൊരു ചേഞ്ച് വരുന്നത് കാണാം. കർത്താവായ യേശുക്രിസ്തു പൗലോസിനെ വിളിച്ച് വേർതിരിക്കുന്നു. ആ ഒരു പീരീഡ് ഒരു ട്രാൻസിഷൻ ബുക്കാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ. ആ ടൈമിൽ ഇത് രണ്ട് പ്രോഗ്രാമുകളും രണ്ട് പദ്ധതികളും ഒരുപോലെ പോകുകയാണ്. പത്രോസ് അപ്പോസ്തലനും 12 അവർക്ക് മനസ്സിലായി പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വ്യത്യസ്തമുള്ളത് എന്ന് മനസ്സിലാകുകയുണ്ടായി. അപ്പോൾ തന്നെ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2ാമത്തെ ലേഖനത്തിൽ പറയുകയാണ്, നമ്മുടെ സഹോദരനായ പൗലോസിന് ലഭിച്ചിരിക്കുന്ന ദൈവിക അരുളപ്പാട്, ദ സ്ക്രിപ്ചേഴ്സ് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസിന് ലഭിച്ച സ്ക്രിപ്ചേഴ്സ്, ദൈവിക അരുളപ്പാട്, അതിനെക്കുറിച്ച് പറയുന്നത് അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കട്ടിയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രസംഗിച്ച കാര്യം ഒന്നാണോ? അല്ല. ഇവരുടെ ശുശ്രൂഷ വ്യത്യസ്തമായ ശുശ്രൂഷകളാണ്. അപ്പോൾ തന്നെ ഇവർ രണ്ട് ഗ്രൂപ്പും ഈ പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം കേട്ട് മനസ്സിലായി അവർ സഹകരണത്തിൻ്റെ വലങ്കരം കൊടുക്കുകയാണ്. കോപ്പറേഷൻ, റൈറ്റ് ഹാൻഡ് ഓഫ് കോപ്പറേഷൻ കൊടുക്കുകയാണ് രണ്ടുപേരും. പക്ഷേ എന്താണ് അവരുടെ കൺക്ലൂഷൻ? പത്രോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ച അരുളപ്പാടുമായി ഇസ്രായേൽ ഗ്രഹത്തിലേക്ക്, സർക്കംസെഷൻ, അഗ്രചർമ്മികളുടെ അരികിലേക്ക് ഞങ്ങൾ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഗ്രൂപ്പും എന്ത് ചെയ്യുകയാണ്? അന്യജാതിക്കാരുടെ ഇടയിലേക്ക് പോവുകയാണ്. ഇവർ രണ്ട് വഴി. എന്നാൽ ഞങ്ങൾ ഇത് നമുക്ക് ഒരുമിച്ച് ഇനിയും പ്രവർത്തിക്കാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്? അല്ല, രണ്ട് വഴിയിലേക്ക് പോവുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കിങ്ഡം പ്രോഗ്രാം ഒടുവിൽ സ്ലോലി വന്ന് സ്റ്റോപ്പ് ആവുക. പ്രവചന പദ്ധതി താൽക്കാലികമായി നിൽക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 10ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ ആദ്യമായിട്ട് അന്യജാതിക്കാരൻ്റെ അടുക്കൽ പോകുക. പക്ഷെ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചായിരുന്നു, ഏത് സുവിശേഷമാണ് പ്രസംഗിച്ചത്? കൃപയുടെ സുവിശേഷമാണോ? അല്ല. പറഞ്ഞത് എന്തുവാണ്? ആദ്യം ചോദിക്കുന്നത് തന്നെ എന്താണ്? നീ ഞങ്ങളെ വിളിച്ചതിൻ്റെ കാര്യം എന്താണ്? നീ അറിയുന്നില്ലയോ ഒരു യഹൂദന് അന്യജാതിക്കാരനുമായിട്ട് സംബന്ധം പുലർത്തുന്നത് നിയമവിരുദ്ധം. ഏത് നിയമത്തിന് വിരുദ്ധമാണ്? പഴയ നിയമം, ഇസ്രായേൽ മൊസൈക്ക് കമാൻഡിന് എതിരാണ് ഒരു യഹൂദൻ അന്യജാതിക്കാരൻ്റെ ഭവനത്തിൽ
കയറുന്നത്. അപ്പോൾ നോക്കണേ, ജാതികളെ രക്ഷിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണോ പോകുന്നത്? അല്ല. അവിടെ ചെന്നിട്ടുള്ള സുവിശേഷം എന്തുവാണ്? ഈ മഹോപദ്രവകാലത്ത് ജാതികളുടെ രക്ഷയുടെ സുവിശേഷം ഏതാ? ലോകമെങ്ങും യഹോവയെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരേവരും രക്ഷിക്കപ്പെടും. ഇതായിരുന്നു സുവിശേഷം. അത് നമുക്കറിയാം. ഈ ചെമ്മരിയാടും കോലാടിൻ്റെ രാഷ്ട്രങ്ങളുടെ ന്യായവിധിയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതേസമയം റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ വരെയുള്ള 13 ലേഖനങ്ങൾ അവിടെ നോക്കുമ്പോൾ ലോകാരംഭം മുതൽ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന മർമ്മത്തിൻ്റെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. കൃപയുടെ സുവിശേഷം എങ്ങനെ പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെടുന്നു, ക്രിസ്തുവിൽ നമ്മുടെ വേർപാട്, വിശുദ്ധി, ക്രിസ്തു എങ്ങനെ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, സ്വർഗസ്ഥലങ്ങളിൽ ഉള്ള നമ്മളുടെ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒക്കെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ വളരെ കർശനമായിട്ട് പറയുകയാണ്, ഈ കൃപായുഗത്തിൽ പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ ആ ഒരു സിദ്ധാന്തങ്ങൾ, ആ ഒരു ഡോക്ട്രിൻ അല്ലാതെ മറ്റൊരു ഡോക്ട്രിൻ പ്രസംഗിക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായി മുന്നറിയിപ്പ് നൽകുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അതുപോലെ തന്നെ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യെരുശലേമിൽ നിന്ന് വന്ന സഹോദരന്മാർക്ക് ഒരു മണിക്കൂർ പോലും സമയം പൗലോസ് എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. നോക്കണേ, പഴയ മുൻകാലങ്ങളിൽ ഒക്കെ യഹൂദർ അന്യജാതിക്കാരെ കണ്ടത് എങ്ങനെയായിരുന്നു? നായ്ക്കൾ പോലായിരുന്നു, ഇല്ലേ? അതേസമയം ഇവിടെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നായ്ക്കളെ സൂക്ഷിപ്പീൻ. ആരാണ് ഇവിടെ നായ്ക്കൾ? തിരിച്ച്, അതായത് ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വന്നവരെ തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് കൊണ്ടുപോകുന്ന ജൂഡായിസേഴ്സ്. അവരെയാണ് ജൂഡായിസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നോക്കുന്ന യഹൂദരെയാണ് അവിടെ നായ്ക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. പ്ലേറ്റ് തിരിയുകയാണ് ഇവിടെ. പൗലോസ് അപ്പോസ്തലൻ ഒരു പാറ്റേൺ, ഈ കൃപായുഗത്തിൽ എങ്ങനെ ആൾക്കാർ നിത്യജീവനായി രക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ദൈവം പൗലോസ് അപ്പോസ്തലനെ മാറ്റിവെക്കുന്ന ഒരു പീരീഡാണിത്. അതുപോലെ തന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക, അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവഭവനമാകുന്ന സഭയിൽ ഓർഡർ എങ്ങനായിരിക്കണം, ഒരു ബിഷപ്പ്, ഒരു മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്ന് ഒക്കെ കാര്യങ്ങൾ ഈ ലേഖനങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുമ്പേ നമ്മൾ ചിന്തിച്ച പോലെ അതിന് ശേഷം വരുവാനുള്ള സമയത്ത്, അതായത് ഉൽപ്രാവണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വീണ്ടും യഹൂദരും അന്യജാതികളും തമ്മിലുള്ള ആ ഒരു ഇടയിലുള്ള ആ ഒരു നടുച്ചുവർ വീണ്ടും ഉയർത്തപ്പെടുകയാണ്, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താ? നായ്ക്കൾ, അവിശ്വാസികൾ, ബിംബാരാധി, അങ്ങനെ ഒരു വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയാം, അവരെല്ലാവരും ഇവിടെ പട്ടണത്തിന് വെളിയിലാണ്. അവിടെ നായ്ക്കൾ ആരാണ്? ജെൻറ്റൈൽസ് ആണ്, അല്ലേ? അപ്പോൾ തന്നെ വീണ്ടും ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവർ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുൻപിലുള്ള ഓട്ടത്തെ സ്ഥിരതയോടുകൂടി ഓടാൻ എന്നാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം പറയുന്നത്. അതേസമയം റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലേമോൻ വരെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത് എന്തുവാ? ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ പിന്തുടരുന്നു അങ്ങനെ നിങ്ങളും എന്നെ പിന്തുടരുവീൻ, ഇല്ലേ? കാരണം രാജ്യത്തിൻ്റെ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് വിശ്വാസം, ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കുന്ന പ്രവൃത്തിയും വേണം. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ജീവാവസാനം വരെയും വിശ്വസ്തനായിരിക്കണം. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ അവസാനം വരെയും വിശ്വസ്തനായിരുന്നു, അതുപോലെ അവരും മരണത്തോളം വിശ്വസ്തനായിരിക്കണം. എന്നേലേ ഉള്ളൂ ജീവ കിരീടം അവർക്ക് ലഭിക്കുന്നത്.
പക്ഷെ നമുക്കറിയാം, ഏ, റോമർക്കെഴുതിയ ലേഖനം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ, ഒരു വിശ്വാസിയുടെ, ഈ കൃപായുഗത്തിൽ ഒരു വിശ്വാസിയുടെ രക്ഷാഭദ്രതയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ കഴിയും. 1-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ജെൻറ്റൈൽസ്, വാട്ട് അബൌട്ട് ജെൻറ്റൈൽസ്, അന്യജാതികൾക്ക് രക്ഷ എങ്ങനെ ലഭിക്കും? ആ ഒരു വിഷയമാണ് 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഡോക്ട്രിൻ ഓഫ് കണ്ടംനേഷൻ, പൗലോസ് പറയുക എല്ലാവരും ഒരുപോലെ പാപികളാണ്, നീതി പ്രവർത്തിക്കുന്നവർ ആരുമില്ല. കൃപയുടെ സുവിശേഷം, പ്രവൃത്തി കൂടാതെ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതുള്ള നീതീകരണം, നമ്മുടെ ശുദ്ധീകരണത്തെക്കുറിച്ച്, എറ്റേണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് 1-ാമത്തെ അധ്യായം മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നു. 9-ാം അധ്യായം തൊട്ട് 11-ാമത്തെ അധ്യായം വരെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്: ദൈവം ഇസ്രായേലിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചോ? ദൈവം ഇസ്രായേലിനെ മറന്നു കളഞ്ഞോ? ഇല്ല എന്നുള്ള, ദൈവം എങ്ങനെ താൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ, തൻ്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഒരു ഭാഗം ഇസ്രായേലിന് ഭാഗികമായി അന്ധത വന്നിരിക്കുക, അന്യജാതികളുടെ സംഖ്യ പൂർണ്ണമാകുവോളം അവർക്കൊരു ടെമ്പററി ബ്ലൈൻഡ്നെസ് വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലൊരു വലിയ ഒരു നമ്പർ ഇല്ല, ഇത്ര നമ്പറേ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ വരത്തുള്ളൂ, അതല്ല. കൃപായുഗം തീരുമ്പോൾ, ഉൽപ്രാവണ സമയത്ത് എത്രയും ജെൻറ്റൈൽസ് കൃപയുടെ സുവിശേഷം കേട്ട്, കർത്താവ് എൻ്റെ എനിക്ക് വേണ്ടിയാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമാകുന്നു, അത്രയും അതാണ് നമ്പർ. അല്ലാതെ കർത്താവ് മുൻകൂട്ടി ഇത്ര ഒരു നമ്പറിനെ തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നതെന്തോ എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അപ്പോൾ തന്നെ ഈ ഭാഗങ്ങൾ ഇസ്രായേൽ എങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു ശേഷിപ്പ് എങ്ങനെ മടങ്ങി വരുന്നു എന്നുള്ള കാര്യങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. നാട്ടൊലിവായിരുന്ന ഇസ്രായേലിനോട് കാട്ടൊലിവിൻ്റെ ചില കൊമ്പുകളെ വെട്ടി, നാട്ടൊലിവ് ആയ ഇസ്രായേൽ യഹൂദർ അവിശ്വസ്തത കാണിച്ചപ്പോൾ ആ കൊമ്പുകളെ വെട്ടി കാട്ടൊലിവിൻ്റെ കൊമ്പുകളെ കൊണ്ട് ചേർത്തിണച്ച ഒരു കാര്യം ഈ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ഇസ്രായേലിൻ്റെ പ്രോഗ്രാമുമായിട്ട്, അതായത് മർമ്മ പദ്ധതി, നിഗൂഢ പദ്ധതിയും രാജ്യത്തിൻ്റെ പദ്ധതിയും ഒരുമിച്ച് ചേർത്തിണയ്ക്കുന്ന കാര്യമല്ല. മറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1, 2, 3 അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, യഹൂദ മതാനുസാരികളും അവിടെ ഉണ്ടായിരുന്നു. അതായത് അന്യജാതിക്കാരായവർ ജൂഡായിസത്തിലേക്ക് കൺവേർട്ടായവരെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു വാർണിങ്ങും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അഹങ്കരിച്ചാൽ എങ്ങനെ നാട്ടൊലിവിൻ്റെ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞോ അതുപോലെ നിങ്ങളെയും വെട്ടിക്കളയും എന്നുള്ളൊരു മുന്നറിയിപ്പും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ രക്ഷ എന്താണ്? എന്നേക്കും എറ്റേർണലി സെക്യൂറാണ്. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിൽ ചോദിക്കുന്നത്, ആർ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കും? നമുക്ക് പോലും നമ്മളെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല. എത്ര സന്തോഷമുള്ള കാര്യമാണ്. 12 തൊട്ട് 16 വരെയുള്ള അധ്യായങ്ങൾ നമ്മുടെ ന്യായമായ സേവനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായിരിക്കുന്ന നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ ഡീലിങ്സ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഹയർ അതോറിറ്റീസിന് നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന ഗവൺമെൻറ്റൽ പീപ്പിൾ ഇൻ അതോറിറ്റി, അവരോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ന്യായമായ സേവനം
എങ്ങനായിരിക്കണം. അതുപോലെ തന്നെ ദ വീക്കർ ബ്രദർ, അതായത് ന്യൂ പുതിയതായിട്ട് ഈ കൃപയുടെ സുവിശേഷം കേട്ടു വരുന്നു, അവർ ഫുള്ളി മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല, അവരോട് നമ്മുടെ സമീപനം എങ്ങനായിരിക്കണം. നമുക്ക് ലഭിച്ച ഈ വെളിപ്പാട്, ഈ അറിവ് ഇല്ലാത്തവർക്കോട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം. അതിനുശേഷം 16-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അനേക വിശ്വാസികളുടെ പേരെടുത്ത് അവർക്ക് വന്ദനം ചൊല്ലുക എന്ന് പറയുന്നുണ്ട്. അതെന്തുവാണ്? ദ എക്സാമ്പിൾ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബിലീവേഴ്സ്, അതായത് മച്ചുവറായ ബിലീവേഴ്സിൻ്റെ പേരുകൾ എടുത്തിട്ട് പറയുകയാണ് അവർക്ക് വന്ദനം ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് ഡീപ്പായിട്ട് പഠിക്കാം. നമുക്ക് അതിൻ്റെ 1ഉം 2ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നെത്താൻ പറയുന്നത്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശ്രേഷ്ഠ ദാസനോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ അഭിഷക്തനാണെന്നാണോ? അല്ല, ഐ എം എ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു താഴ്മയെ കാണിക്കുകയാണ്. നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 3 തൊട്ട് 6 വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അപ്പം നമ്മളിവിടെ കാണുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു രക്ഷിക്കപ്പെടുന്ന ആ ഒരു സമയമാണിത്. പൗലോസ് അപ്പോസ്തലൻ കൽപ്പനയുമായിട്ട് ദമസ്കസിലേക്ക് പോവുകയാണ്, അവിടുത്തെ വിശ്വാസികളെ കൂടെ ബന്ധിതരാക്കി മരണത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി. പക്ഷേ ഉച്ച സമയത്ത് സൂര്യനെക്കാട്ടിലും വെളിച്ചമുള്ള ആ ഒരു മിന്നൽ തൻ്റെ ചുറ്റും പ്രകാശിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി, ഇതാരാണെങ്കിലും ഇത് ആണ് ക്രിസ്തു, ഹീ ഈസ് ദ ലോർഡ്. അതുകൊണ്ട് ആദ്യമേ ചോദിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ ഹൂ ആർ ദൗ ലോർഡ് എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ടാണ് ലോർഡ് പറയുന്നത്, ഐ ആം ജീസസ് ഹൂം ദൗ പെർസിക്യൂട്ടസ്റ്റ്. 6-ാമത്തെ വാക്യത്തിൽ പറയുക, വളരെ ഭയത്തോടും വരലോട്. ഈ ഒരു ഭാഗം മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ഹീ ട്രംബ്ലിംഗ് ആൻഡ് അസ്റ്റോണിഷ്ഡ് സെഡ്, ലോർഡ് വാട്ട് വിൽ ദൗ ഹാവ് മീ ടു ഡു. ഇതാണ് ഒരു സെർവൻറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ദൈവം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നീ എന്നോട് പറയുക. ഇതാണ് ആ കൺവേർഷൻ, ഇതാണ് ആ രക്ഷയുടെ, ഇവിടാണ് രക്ഷിക്കപ്പെടുന്നത്. പൗലോസ് അറിയാം, ഈ കണ്ട വെളിച്ചം അത് ആരാണെങ്കിലും ഹീ ഈസ് ദ ലോർഡ്, ഹീ ഈസ് ദ ക്രൈസ്റ്റ്. ക്രിസ്തു തന്നെ താൻ പറയും, ഞാൻ മസിഹ ആണ്, ഞാനാണ് യേശു ക്രിസ്തു. അവിടാണ് പൗലോസിൻ്റെ കൺവേർഷൻ. അവിടെ ആരംഭത്തിലെ വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം. പിന്നീടാണ് സ്നാനം, അതൊക്കെ യഹൂദർക്കൊരു അടയാളമായിട്ട് വരുന്നത്. കാരണം പൗലോസ് അപ്പോസ്തലനെ യഹൂദ കമ്മ്യൂണിറ്റി സ്വീകരിക്കണമെങ്കിൽ തന്നെ ഇത്ര പാടായിരുന്നു, ഇല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. മോശയും പൗലോസുമായിട്ട് ഒത്തിരി സാമ്യങ്ങളുണ്ട്. രണ്ടു പേരും ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാരായിരുന്നു. മോശെ ഹെബ്രായർക്കെഴുതിയ ലേഖനം 3:5 വിശ്വസ്ത ദാസൻ എന്നും, ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ ഒക്കെ ഒരു വിശ്വസ്ത സെർവൻ്റ് മോസസ്. അതുപോലെ തന്നെ പൗലോസും ഒരു സെർവൻ്റ് ആയിട്ടാണ്. രണ്ടുപേരും ദൈവം ജനിക്കുന്ന ടൈമിലെ ദൈവം ഈ പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിച്ചിരുന്നു.
പുറപ്പാട് 2:5 ഗലാത്യർക്കെഴുതിയ ലേഖനം 1:15 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടുപേരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു കൊട്ടയിലാണ്. അതുപോലെ തന്നെ രണ്ടുപേരും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. ഒരാൾ മോശ മിസ്രൈമിലെ എല്ലാ കാര്യത്തിലും ടോപ്പ് എഡ്യൂക്കേഷൻ ലഭിച്ചതാണ്. എന്നാൽ അതെല്ലാം മോശ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ അതെല്ലാം വൃഥാവായി. തൻ്റെ മക്കളോട്, തൻ്റെ ജനത്തോട് കഷ്ടം സഹിക്കുന്നത് ഏറ്റവും വിലയേറിയത് എന്ന് എണ്ണി. അതുപോലെ തന്നെ പൗലോസും ഒരിക്കൽ വിലയേറിയത് എന്ന് എണ്ണിയതിനെ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ അതൊക്കെ ചപ്പും ചവർന്നും എണ്ണി. രണ്ടുപേരും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കൊലപാതകം ചെയ്തിട്ടുണ്ട്. സ്വന്തക്കാരാൽ രണ്ടുപേരും എതിർപ്പ് സഹിച്ചിട്ടുണ്ട്. രണ്ടുപേരും രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നയിച്ചത് സീനായിലേക്കാണ്, അറബിയയിലുള്ള സീനായിലേക്കാണ്. അവിടാണ് രണ്ടുപേർക്കും ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാട് ലഭിക്കുന്നത്. രണ്ടുപേരും മോശ പഴയ നിയമത്തിൽ ഇസ്രായേലിന്, യഹൂദർക്കുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുത്തപ്പോൾ പൗലോസിൽ നിന്നാണ് കർത്താവ് യേശുക്രിസ്തു തന്നിൽ മറിഞ്ഞിരുന്ന മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അന്യജാതികൾക്കും വേണ്ടി. അതുപോലെ തന്നെ രണ്ടുപേരും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. മരിച്ചവരെവരെയും പൗലോസ് അപ്പോസ്തലൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും ക്രിസ്തുവിൻ്റെ മഹത്വം കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. മോശ കർത്താവിനോട് കൂടെ, മോശ തൻ്റെ ജഡശരീരത്തിൽ വാഗ്ദത്ത ദേശത്ത് കടന്നു വന്നില്ല. എന്നാൽ തൻ്റെ ആത്മീയ ശരീരത്തിൽ കർത്താവിനോട് ഒപ്പം മോശയും ഏലിയാവും മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ രണ്ടുപേരും അവിടെ പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ സാമ്യങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. മോശയുടെ കൽപ്പന, മോശയിൽ നിന്ന് ലഭിച്ച കൽപ്പനയെ തിരസ്കരിച്ചവർ ഒരു ദയയില്ലാതെ അവരെന്ത് ചെയ്തു? കൊല്ലപ്പെടുകയുണ്ടായി. ഇന്ന് ഈ കൃപായുഗത്തിൽ പൗലോസിൽ കൂടി കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ മർമ്മങ്ങൾ, ആ സുവിശേഷത്തെ നമ്മൾ ഇന്ന് ത്യജിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു സീരിയസ് കോൺസിക്വൻസാണ്. അത് പൗലോസ് പറയുന്നുണ്ട്. ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറിഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നശിച്ചു പോകുവാൻ ഉള്ളവർക്ക് തന്നെ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ ഇമ്പോർട്ടൻസിനെയാണ് ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അനേക സാമ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ചില പ്രധാന ഡിഫറൻസുമുണ്ട്. നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 7-11 വരെയുള്ള വാക്യം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രയേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോടു കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ വ്യത്യാസം? കാണുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയുക, മോശ ഏൽപ്പിച്ച ശുശ്രൂഷ അത് കല്ലിൽ കൊത്തിയതായിരുന്നു, അത് മങ്ങുന്നതായിരുന്നു, അത് മരണത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. ഇല്ലേ, മിനിസ്ട്രേഷൻ ഓഫ് കണ്ടംനേഷൻ, ഇല്ലേ, ശിക്ഷാവധിയിലേക്ക് നയിക്കുന്നതായിരുന്നു. അത് നീക്കം വരുന്നതായിരുന്നു. അതിനൊരു മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാട്ടിലും എത്രയോ മഹത്വമുള്ളതാ ആത്മാവിൻ്റെ ശുശ്രൂഷ. ഇല്ലേ, നിലനിൽക്കുന്നത്, പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ നിലനിൽക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഡിസ്റ്റിങ്ഷൻ 2 കൊരിന്ത്യർ 3:12-18 വരെയുള്ള ഭാഗം വായിക്കും.
ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ആഴമുള്ള ഒരു വാക്യങ്ങളാണ് നമ്മളിത് വായിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയാം, മോശ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ മോശയ്ക്ക് മനസ്സിലായി ഇത് മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അന്ത്യം മങ്ങുന്നതാണെന്ന് ഇസ്രായേൽ മക്കൾ അറിയാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് മോശ മുഖം എന്ത് ചെയ്ത് മൂടുപടം വിട്ട് മറച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇന്നും ഈ കൃപായുഗത്തിലും പ്രവചന പദ്ധതി പ്രകാരം നടക്കുന്നവർ, ന്യായപ്രമാണം പാലിക്കാൻ, ന്യായപ്രമാണത്തിൽ കൂടി നീതീകരണം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുഖത്തിൽ നിന്ന് ആ മൂടുപടം ഇന്നും നീങ്ങിയിട്ടില്ല. എന്നാൽ അതെപ്പോഴാണ് നീങ്ങുന്നത്? ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ആ പ്രവൃത്തി, പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ച ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ മൂടുപടം നീങ്ങുകയും കൃപമേൽ കൃപ, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കാൻ കഴിയുന്നത്. അതിൻ്റെ അത്രയും സാമ്യങ്ങളുള്ളപ്പോൾ തന്നെ മേജർ ഡിഫറൻസസ് ഉണ്ട്, അല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. പൗലോസ് അപ്പോസ്തലൻ ശൗലിൽ നിന്ന് പൗലോസ് ആയി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗം, ബിഫോർ കൺവേർഷൻ ആൻഡ് ആഫ്റ്റർ കൺവേർഷൻ, ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 4-6 വരെ. മുമ്പ് എന്തായിരുന്നു, അതിന് ശേഷം എന്തായി? പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഫിലിപ്പിയൻസ് 3:7-9. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വലിയൊരു ചേഞ്ച് കണ്ടു. എന്തൊക്കെ പൗലോസ് ശ്രേഷ്ഠമായി ഘനമായി എണ്ണിയിരുന്നോ അതിനെ ചപ്പം ആയിട്ട് എണ്ണുകയായത് ഈ കൃപയിലേക്ക് വന്നപ്പോൾ. റൈറ്റ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്, ദോ ഐ മൈറ്റ് ഓൾസോ ഹാവ് കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ജഡത്തിൽ, ഇവിടെ ജഡം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ മാംസ ശരീരമല്ല, മറിച്ച് പൗലോസിൻ്റെ ഈ പഴയ സമ്പ്രദായങ്ങൾ, പഴയ നടപ്പ്. പരീശൻ, ഇലീറ്റ് ഗ്രൂപ്പാണ് ബെന്യാമിൻ ഗോത്രം, അതിൻ്റെ ഒരു അംഗം. പരീശന്മാരിൽ പരീശൻ, ന്യായപ്രമാണത്താൽ കുറ്റമില്ലാത്തവൻ. അതൊക്കെ ജഡത്തിൻ്റെ ഭാഗം. അതിനെയാണ് ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഭാഗം കൂടെ വായിക്കാമല്ലോ. 1 തിമോത്തിയോസ് 1:13, രക്ഷയ്ക്ക് മുൻപുള്ള അവസ്ഥ. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ 1 തിമോത്തിയോസ് 1:15-16. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ.
എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുക, താനൊരു ബ്ലാസ്ഫീമർ ആയിരുന്നു. ബ്ലാസ്ഫമി ദൈവദൂഷണത്തിന് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാനത് ചെയ്തത് എങ്ങനെ? അറിവില്ലായ്മയിൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ആവശ്യമുണ്ട്, അല്ലേ? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്? ദൈവം പൗലോസിനെ ഇനിയും ഹിയർ ആഫ്റ്റർ, സി എ പാറ്റേൺ ടു ദം വിച്ച് ഷുഡ് hereafter believe on him to life everlasting. ഈ കൃപായുഗത്തിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടവർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് പൗലോസിനെ മാറ്റുക, ഒരു പാറ്റേൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പിന്നീട്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി, പൗലോസിനെ വേർതിരിക്കുകയുണ്ടായി. ഹി സെപ്പറേറ്റഡ് അൺടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സുവിശേഷത്തിലേക്ക് പൗലോസിനെ വേർതിരിച്ചു. അപ്പോൾ എന്തിൽ നിന്നാണ് പൗലോസിനെ വേർതിരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ, മോശയുടെ ന്യായപ്രമാണവും അതിൻ്റെ പാരമ്പര്യമായുള്ള പ്രവൃത്തിയിൽ നിന്ന് ദൈവം പൗലോസിനെ വേർതിരിക്കുക. നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണേ, വെൻ വി വർ ഇൻ ഫ്ലഷ്, നാം ജഡത്തിലായിരുന്നപ്പോൾ. അപ്പോൾ ഇവിടെയും ജഡം എന്താണ്? മോശയുടെ ന്യായപ്രമാണം, അതിൻ്റെ ആചാരങ്ങളെയാണ് ജഡത്തിൽ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസിനെ അതിൽ നിന്ന് വിടുവിച്ചു. ഒഴിവുള്ളവരായിരിക്കുന്നു നാം ഓരോരുത്തരും ഈ കൃപായുഗത്തിൽ. നമ്മുടെ നീതീകരണം മോശയുടെ ന്യായപ്രമാണപ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല, കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പൗലോസിനെ ഏൽപ്പിച്ച കൃപയുടെ സുവിശേഷം നാം സ്വീകരിച്ചോ ഇല്ലയോ? അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. അടുത്തത്, എന്തിൽ നിന്നാണ് പൗലോസിനെ വേർതിരിച്ചത്? ജൂഡൈസത്തിൽ നിന്ന്. നമുക്ക് നോക്കാം. ഈ ഗലാത്യർക്കെതിലേക്ക് 1:13, 2 കൊരിന്ത്യർ 3:6 വായിക്കാം. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും. അപ്പോൾ നോക്കണേ, മുൻപുള്ള നടപ്പ്, ജുഡായിസത്തിലുള്ള നടപ്പ്. ഇനി 2 കൊരിന്ത്യർ 3:6. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാർ അല്ല. മൂന്നാമത്തെ കാര്യം, 12 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ നിന്ന് പൗലോസിനെ സെപ്പറേറ്റ് ചെയ്യുക. പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം പൗലോസിനെ എങ്ങോട്ടാണ് നയിച്ചത്? അറേബ്യയിലെ മരുഭൂമി, സീനായിൽ, ആ ഏരിയയിലേക്ക് 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ മർമ്മങ്ങളുടെ ആഴം ലഭിക്കുന്നത്, ഇല്ലേ? കർത്താവ് പറഞ്ഞു, എന്നാൽ ശരി പൗലോസേ, നിനക്ക് മുന്നേ എന്നെ നല്ലവണ്ണം അറിയാവുന്ന 12 പേരുണ്ട്, നീ യെരുശലേമിലേക്ക് പോയിക്കൊള്ളാൻ എന്നാണോ പറഞ്ഞത്? അല്ല. നമുക്ക് നോക്കാം ഈ വാക്യങ്ങൾ. ഗലാത്യർക്കെഴുതിയ ലേഖനം 1:12, ഗലാത്യർ 2:6 നമുക്കൊന്ന് വായിക്കാം. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഗലാത്യർ 2:6. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. ഇവിടെ പ്രമാണികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 12 അപ്പോസ്തലന്മാരാ, കർത്താവിനോട് കൂടെ നടന്ന 12 അപ്പോസ്തലന്മാർ. അവരെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞ്, ബട്ട് ഓഫ് ദീസ് ഹു സീംഡ് ടു ബി സംവാട്ട്.
മനസ്സിലാകുന്നുണ്ട്. ആൾക്കാരുടെ ദൃഷ്ടിയിലും അവരുടെ ദൃഷ്ടിയിലും അവരെന്തോ ആണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. ദേ ഹൂ സീംഡ് ടു ബി സംവാട്ട്. അവരാരും എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷ അവരിൽ നിന്ന് 12 നിന്ന് വ്യത്യസ്തമാണ്. യെരുശലേം, പുതിയ യെരുശലേം നഗരത്തിൻ്റെ 12 അടിസ്ഥാനങ്ങളുണ്ട്. ആ ഓരോ കല്ലുകളിലും ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളാണ് എഴുതിയിരിക്കുന്നത്. പൗലോസിൻ്റെ പേര് അവിടെ ഇല്ല. നമുക്ക് മുൻപോട്ട് പോകാം. 4-ാമത്തെ കാര്യം, എന്തിൽ നിന്നാണ് ദൈവം പൗലോസ് അപ്പോസ്തലനെ വേർതിരിച്ചത്? രാജ്യത്തിൻ്റെ പദ്ധതി. അതിൽ നിന്ന് വേർതിരിച്ച് മർമ്മത്തിൻ്റെ പ്രസംഗം. നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 16:25, 2 കോരിന്ത്യർ 5:16. അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന 2 കൊരിന്ത്യർ 5:16. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ഒരിക്കൽ ജഡപ്രകാരം അറിഞ്ഞു എന്ന് പൗലോസ് പറയുമ്പോൾ, ന്യായപ്രമാണവും പഴയ നിയമ പദ്ധതി പ്രകാരം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമുക്ക് അറിയാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് അഗ്രചർമ്മികൾക്ക് ഒരു ശുശ്രൂഷകനായിരുന്നു, അല്ലേ? എന്നാൽ അങ്ങനെ ഇനിയും നാം ക്രിസ്തുവിനെ അങ്ങനല്ല അറിയുന്നത്. മറിച്ച് നമ്മുടെ സകല പാപങ്ങളും പോക്കി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് വിരുദ്ധമായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ സകല ചട്ടങ്ങളെയും തൻ്റെ രക്തത്താൽ എന്നേക്കും നീക്കി, ശത്രുത്വത്തെ നീക്കിക്കളഞ്ഞ് സാത്താൻ്റെയും അവൻ്റെ സർവായുധ വർഗങ്ങളെ വെറും കാഴ്ച വസ്തുവാക്കി മാറ്റി തീർത്ത ആ ക്രിസ്തുവിനെയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്, ഇല്ലേ? അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 16:25 നാം വായിച്ചു. പ്രീച്ചിങ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് മിസ്റ്ററി. മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ച് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. റൈറ്റ്? അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം. അതാ എൻ്റെ സുവിശേഷം, മൈ ഗോസ്പൽ എന്ന് പറയുന്നത്. എന്തിനാ മൈ ഗോസ്പൽ എന്ന് പറയുന്നത്? 12 ഗോസ്പൽ അല്ല പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ റൈറ്റ് ഡിവിഷൻ മനസ്സിലാകുന്നത്. ഇതെല്ലാം ദൈവവചനമാണ്, നമ്മൾ വേറെ എങ്ങൊന്നും കോട്ട് ചെയ്യുന്നില്ല, എല്ലാം ദൈവവചനം. റോമർക്കെഴുതിയ ലേഖനം 1:1-4 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്, Paul, a servant of Jesus Christ, called to be an apostle, separated unto the gospel of God. ഇതേ കാര്യം പത്രോസും പറയുന്നുണ്ട്. 1 പത്രോസ് 4:17 പറയുകയാണ്, പത്രോസും ഇതേ ഗോസ്പൽ ഓഫ് ഗോഡ് ആണ് പ്രസംഗിച്ചെന്ന്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ രണ്ടുപേരും ഗോസ്പൽ ഓഫ് ഗോഡ് ഇല്ലേ പ്രസംഗിച്ച്, ഒരേ ഗോസ്പൽ ഇല്ലേ പ്രസംഗിച്ച്? അപ്പോൾ ഈ ഗോസ്പൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കണ്ടൻറ്റ് ഈ 2-ാമത്തെ വാക്യം പറയുന്നുണ്ട്. വിച്ച് ഹി പ്രോമിസ്ഡ് അഫോർ ബൈ ഹിസ് പ്രോഫറ്റ്സ് ഇൻ ദ ഹോളി സ്ക്രിപ്ചർ. അതായത് മുൻകാലങ്ങളിൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളി ചെയ്ത അതേ സുവിശേഷമാണ് പൗലോസും പ്രസംഗിക്കുക. അപ്പോൾ എല്ലാം ഒന്നില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലേ? പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഗോസ്പൽ ഓഫ് ഗോഡിൻ്റെ കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഒന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിൻ്റെ സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം എന്തുവാണ്? ഒന്ന്, പ്രവാചകന്മാരാൽ മുൻ അറിയിച്ചത്. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചന പുസ്തകങ്ങളുണ്ടോ? ഉണ്ട്. ദാവീദിൻ്റെ സന്തതിയായിട്ട് വരുന്നതും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശു ക്രിസ്തു എങ്ങനെ മരിക്കും, ക്രൂശിക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യങ്ങളൊക്കെ പഴയ നിയമ പദ്ധതിയാണ്. അതൊക്കെ പ്രോഫസി പ്രോഗ്രാമിൽ ഓൾറെഡി പ്രസംഗിച്ചിരിക്കുന്ന കാര്യമാണ്. അതേ ക്രിസ്തുവിനെയാണ് പൗലോസും പ്രസംഗിക്കുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ആ ഗോസ്പൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മേൽ പൗലോസ് അപ്പോസ്തലൻ എന്ത് കൊടുക്കുകയാണ്? മർമ്മം വെളിപ്പെടുത്തി കൊടുത്തൊരു മിസ്റ്ററി പ്രോഗ്രാം. അതാ അടിസ്ഥാനത്തിന്മേൽ പൗലോസിനെ ഏൽപ്പിക്കുന്നു. അത് സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണത്തിനായി ഉള്ളൊരു കൂട്ടരെ വേർതിരിക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ അതേ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന അടിസ്ഥാനത്തിന്മേൽ രാജ്യത്തിൻ്റെ സുവിശേഷം ആരെ ഏൽപ്പിക്കുന്നു? 12 അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുക. അതെന്നത്തിനാണ്? ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി. അപ്പോൾ രണ്ടുപേരും ദൈവത്തിൻ്റെ 2 പദ്ധതിയുടെ ശുശ്രൂഷകന്മാരാണ്. 12 പേര് ഈ രാജ്യത്തിൻ്റെ ശുശ്രൂഷ, അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലുമാകണമേ എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന എന്തുവാ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ, നിങ്ങൾ ഉയരത്തിലെ അന്വേഷിപ്പീൻ. സ്വർഗത്തിലെ സകല ആത്മീക നന്മ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ച്, ഇപ്പം സ്വർഗമാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം. അപ്പോൾ നമ്മൾ അത് മനസ്സിലാകുന്ന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അല്പം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആയിരുന്നു റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.